ഹലോ, ഇന്നെല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയൊരു വ്ളോഗ് തുടങ്ങുകയാണ് കേട്ടോ. ഇത് രാവിലത്തെ വ്ളോഗാണ്. 5 മണിയാണ് ഇപ്പോൾ സമയം. രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ. പൊന്നുവിന് ഇന്ന് സ്കൂളുണ്ട്. എന്നും രാവിലെ 5 മണിക്ക് എണീക്കും സ്കൂളുള്ള ടൈമിൽ. അപ്പോൾ രാത്രി തന്നെ ഞാൻ ഈ കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഇന്ന് ചപ്പാത്തിയും കടലക്കറിയും മതിയെന്ന് പൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ചപ്പാത്തിയും കടലക്കറിയല്ലേ, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ എന്നൊക്കെ. പക്ഷെ രാവിലെ അടുക്കളയ്ക്ക് വന്നപ്പോൾ ആകെ ഒരു തപ്പിപ്പിടുത്തായിരുന്നു കേട്ടോ. എന്തും ചോറും കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം നമുക്ക്. ഏതെങ്കിലും ഒരു ദിവസം ചപ്പാത്തി പണിയും കൂടെ കിട്ടുമ്പോൾ വല്ലാത്തൊരു തപ്പലായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് അങ്ങനെ മാവൊക്കെ ഒന്ന് എടുത്ത് കുഴച്ച് റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പുറത്ത് കടലിലേക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 7:45 പൊന്നുവിന് പോകണം. പൊന്നുവിൻ്റെ ബസ് ആ ടൈമിൽ വരും കേട്ടോ. അപ്പോഴേക്കൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ്. അപ്പോൾ മാവ് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കും പൊന്നുവിനൊന്നിപ്പോൾ കടല ഇവിടെ വിസിലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. കടല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. വെള്ളക്കടലയാണ്. അപ്പോൾ അതൊന്ന് നല്ലപോലെ വേവിക്കാൻ വേണ്ടി ഒരു 8 വിസിലോളം അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ട കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഞാൻ രാത്രി തന്നെ അരിഞ്ഞ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ഇട്ട് വാട്ടിയെടുത്ത് കറി എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ചപ്പാത്തി പരിപാടിയും കൂടെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ചപ്പാത്തി മാവ് കുറച്ച് നേരം ഒന്ന് കുഴച്ചടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റി റെഡിയാക്കിയിട്ടാണ് കേട്ടോ അതൊക്കെ ഒന്ന് പരത്താൻ തുടങ്ങിയത്. നമ്മളെപ്പോഴും അടുക്കളയിൽ കയറുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുക്കണ്ടേന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസമേ കൊള്ളാവൂല്ലേ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കുക അല്ലേ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. എനിക്ക് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ വേഗം വേഗം പണി തീർക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ചിന്ത പോവുക. അല്ലാണ്ട് അയ്യോ ഇതൊക്കെ തീർക്കണമല്ലോ എന്നുള്ളൊരു രീതി എനിക്ക് വരാറില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇഷ്ടപ്പെട്ടുന്ന പണിയായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാനങ്ങനെ വേഗം ചപ്പാത്തികളൊക്കെ ഉരുളകളാക്കി എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. ഇനി ഓരോന്ന് പരത്തി വെക്കാം കേട്ടോ. എനിക്കാണെങ്കിൽ ചപ്പാത്തി പരത്തുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുട്ടെടുക്കാൻ എനിക്ക് വെയ്ക്കില്ല കേട്ടോ. വെയ്ക്കില്ല പറഞ്ഞാൽ മിക്കവാറും എൻ്റെ ചപ്പാത്തി അങ്ങനെ കരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഞാൻ ആ പണിക്ക് നിൽക്കാറില്ല. ഇതുപോലെ ഉരുളകളാക്കി വയ്ക്കുക. ഇനി ഇതെല്ലാം പരത്തി വയ്ക്കും കേട്ടോ. എല്ലാം പരത്തി വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ചുട്ടെടുക്കാറ്. അല്ലാത്ത സമയങ്ങളിൽ മിക്കവാറും കരിഞ്ഞു പോകാറാണ് ചെയ്യുക. അപ്പം ഞാൻ ആ ഒരു പണിക്ക് മാത്രം നിൽക്കലില്ല. അങ്ങനെ നമ്മുടെ കടലയൊക്കെ വെന്ത് വന്നപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് അരയ്ക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് മാറ്റി വെച്ചു കേട്ടോ. ഞാൻ കുറച്ച് കടലയൊക്കെ ചേർത്ത് ഈ വഴറ്റി വെച്ച സാധനങ്ങളെല്ലാം ഒന്ന് അരച്ച് പേസ്റ്റാക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ കടലക്കറിക്ക് നല്ലൊരു കുറുക്കവും ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. നിങ്ങളങ്ങനെ ചെയ്യാറില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. വേവിച്ച് വെച്ച കടല ഈ വഴറ്റിയ സാധനങ്ങളെല്ലാം കൂടെ ഒരു കുറച്ച് പകുതിയോളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ആ ഒരു മിക്സും കൂടെ കടലക്കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുമാണ്, നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചപ്പാത്തികൾ ഓരോന്നായിട്ട് അങ്ങനെ പരത്തിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം വലുപ്പത്തിൽ പരത്തിയെടുക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലുപ്പത്തിൽ ഞാൻ ചില സമയത്ത് പരത്താറുണ്ട് കേട്ടോ. ഇന്നെന്താ അറിയില്ല, അങ്ങോട്ട് നീങ്ങണില്ല. എനിക്കാണെങ്കിൽ രാവിലെ ചെയ്യുന്ന ആ ഒരു ഫ്ലോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു തപ്പലും തടയലൊക്കെയാണ് കേട്ടോ. രാവിലെ ഞാൻ അങ്ങനെ ചപ്പാത്തി പണിക്ക് നിൽക്കാറില്ല സ്കൂളുള്ള ദിവസങ്ങളിൽ കേട്ടോ. അല്ലാത്ത ദിവസത്ത് നമുക്ക് പതുക്കെ ചെയ്താൽ മതിയല്ലോ. അതിപ്പോൾ സ്കൂളുള്ളത് കൊണ്ട് എനിക്കവിടെ ധൃതിയിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. എന്തായാലും കുറച്ചൊക്കെ വട്ടത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും കടലക്കറിയൊക്കെ ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊന്നുവിന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്ന് പുറത്തേക്ക് നോക്കി. നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കടലക്കറി അപ്പുറത്തെ അടുപ്പിലേക്കാണ് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ചപ്പാത്തി ചുടണമല്ലോ. അപ്പോൾ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞു, പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അടുപ്പ് കത്തിച്ച് അതിലേക്ക് കടലക്കറി വെച്ചു. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. പിന്നെ വെള്ളമൊക്കെ ഞാൻ രാത്രി തന്നെ തിളപ്പിച്ച് വെക്കും. വെള്ളമൊന്നും രാവിലെ തിളപ്പിക്കാൻ നിൽക്കില്ല. കാരണം ചൂടാറി കിട്ടില്ലല്ലോ. ഫ്ലാസ്കിൽ വാട്ടർ ബോട്ടിലാക്കി കൊടുക്കുമ്പോൾ ആ ഒരു സമയത്ത് ചൂടാറാൻ കുറച്ച് പണിയായിരിക്കും. ഇനിയിപ്പോൾ അവൾ പോകുന്ന സമയത്ത് ഞാനും റെഡി ആവും കേട്ടോ. എനിക്ക് അവളെ കൊണ്ടേ വിടണം. ബസ് കയറാൻ കുറച്ച് ദൂരം പോകേണ്ടതുണ്ട്. അപ്പോൾ അവൾ പോകാനുള്ള ആ സമയമാകുമ്പോഴേക്കും ഞാനും കുളിച്ച് റെഡി ആവാറുണ്ട്. എൻ്റെ തുണി കഴുകലും കുളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാനും അവളുടെ കൂടെ പോവുക. അതുകൊണ്ടാണ് ഇതൊക്കെ വേഗം വേഗം ഞാൻ ചെയ്യണത്. കൃഷ്ണേട്ടല്ലാത്തത് കൊണ്ട് തന്നെ ഞാനാണ് അവളെ ബസ് കയറ്റാൻ കൊണ്ടുപോയി വിടാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കും റെഡി ആവും. അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ അന്നത്തെ വിശേഷം. ചപ്പാത്തികൾ ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. കടലക്കറി ആയിട്ടുണ്ട്. ഇനി അവളെ എണീറ്റിട്ടാണ് കേട്ടോ പാലൊക്കെ കാച്ചുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.